ഞാൻ മനഃപൂർവ്വമാണ് കാലചക്രം എന്ന് പേരിട്ടത്. അത് ദേവരാം മാഷ് കൊടുത്ത മറുപടിയാണ്. കാലചക്രം തിരിയും. അത് ആ സിനിമയുടെ കഥയ്ക്ക് ആപ്റ്റായിരുന്നു. പക്ഷെ എന്നാലും ഇത് കാലചക്രം തിരിയും. അതുപോലെ അതിലത്തെ ഒരു പാട്ട്, പക്ഷെ ദേവരാജ മാഷ് അതിബുദ്ധിമാനാണ്. അതിലൊരു പാട്ടുണ്ട്, കാലം മാറി വരും, അല്ല കാലം ഒരു അജ്ഞാത കാമുകൻ, ജീവിതമോ പ്രിയ കാമുകി, കനവുകൾ നൽകും കണ്ണീര് നൽകും, വാരിപ്പുണരും വലിച്ചെറിയും. ഒരു പാട്ടുണ്ട്. അത് ട്യൂൺ ചെയ്തിട്ട് എന്നോട് ദേവരാജ മാഷ് വിളിച്ചു, ഇത് എനിക്കിട്ട് വെച്ചതാണല്ലോ. പാട്ടിലൂടെ പണി കൊടുക്കുക. അതാ ദേവരാജ മാഷ്, പുള്ളി അത്ര ബുദ്ധിമാനാണ്. അപ്പോൾ കവിത ശരിക്കറിയാവുന്ന മ്യൂസിക് ഡയറക്ടറായിരുന്നു ദേവരാജ മാഷ്. ഇപ്പം നമ്മളൊരു കവിത വരി എഴുതി കൊടുത്താൽ തമ്പി ആ വാക്ക് വേണ്ട പറയും. ആ വാക്ക് വയലാർ ഒരുപാട് ഉപയോഗിച്ചാൽ മാറ്റ് എന്ന് പറയും. അത് ഏത് മ്യൂസിക് ഡയറക്ടർ പറയും, ഏത് മ്യൂസിക് ഡയറക്ടർ പറയും. അതുപോലെ ഇത് ഒരു വരിയിൽ വന്നാൽ നിങ്ങൾ ഇത് നിങ്ങളുടെ സ്റ്റാൻഡേർഡ് ഒന്നുമില്ല, ഇതൊന്നും മാറ്റി. അങ്ങനെ അത് സാഹിത്യത്തിന് പുള്ളിക്ക് നല്ല അറിവാണ്, മനസ്സിലായി. എല്ലാം നന്നാവണം എന്നുള്ള പുള്ളിയുടെ പ്രശ്നം, അതിനകത്ത് വേറെ ഇതൊന്നുമില്ല. പക്ഷെ നന്നാവണം എന്നുള്ള അവസാനം അദ്ദേഹം പിന്നെ മങ്കു മുരാളിൻ്റെയും ബിച്ചുത്തിലുള്ള ചെറിയ രാമകൃഷ്ണനൊക്കെ പാട്ട് ട്യൂൺ ചെയ്തല്ലോ. അത് അതുകൊണ്ട് ഞാൻ പറയുന്നത്, പിന്നീട് എൻ്റെ മകളുടെ വിവാഹത്തിന് മദ്രാസ് റിസപ്ഷൻ നടക്കുമ്പോൾ അദ്ദേഹം വന്നു, എൻ്റെ അടുത്തിരുന്നു. അപ്പോൾ അവിടെ വയലിൻ കൺസേർട്ട് നടക്കായിരുന്നു. അപ്പോൾ ഇദ്ദേഹം ഒറ്റയ്ക്ക് ഇരിക്കുകയാണ്, ഞാൻ അദ്ദേഹത്തിനടുത്ത് പോയിരുന്നു. അപ്പോൾ ആദ്യമായിട്ട് ജീവിതം ചെയ്യുന്നതല്ല, കൈയിട്ട് അടുത്തുള്ള കസേരയിൽ എൻ്റെ തോളത്ത് പിടിച്ചു. തോളത്ത് പിടിച്ചിട്ട് അങ്ങനെ 5 മിനിറ്റ് ഇരുന്ന് പറഞ്ഞു, നമ്മൾ തമ്മിൽ ഒരിക്കലും പിണങ്ങരുതായിരുന്നു. നമ്മളിപ്പോൾ തന്നെ 220 പാട്ട് ചെയ്തു. അതേ ഞാൻ എണ്ണിയിട്ടില്ല, അതേ എണ്ണിയിരിക്കുന്നു. നമ്മളിപ്പോൾ തന്നെ 220 പാട്ട് ചെയ്തു, നമ്മൾ 1000 കൂടുതൽ പാട്ട് ചെയ്തതന്നെ, ഒരു റെക്കോർഡ് തന്നെ എന്ന് പറഞ്ഞു. അത് മറക്കാനാവാത്ത ഒരു ദിവസം എനിക്ക്. അതാണ് പൊയറ്റിക് ജസ്റ്റിസ് എന്ന് പറയുന്നത്, കാവ്യനീതി, കാലത്തിൻ്റെ കാവ്യനീതി. അപ്പോൾ അതൊക്കെ ഒരു, ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ഭാഗത്ത് ഞാൻ ചെറുപ്പമല്ലായിരുന്നു, എൻ്റെ ഭാഗത്ത് കുറച്ച് ചോരത്തിളപ്പിൻ്റെ ഒരു ചോരത്തിളപ്പ്